welcome back to our English class. So that നമ്മളെ നെക്സ്റ്റ് ചോദ്യമായിട്ട് മിസ് ഇവിടെ വന്നിരിക്കുകയാണ്. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റൊരു ബമ്പർ ഓഫറുമായിട്ട് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. ഓൾറെഡി ക്വസ്റ്റ്യൻസ് തന്നെ എന്താണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്ന രീതിയിൽ നമ്മൾ തരുന്ന ചോദ്യങ്ങൾ തന്നെ വൻ ഓഫർ ആണല്ലേ, ബമ്പർ ഓഫറാണ്. അതിന് പുറത്ത് എന്താണ് നമ്മുടെ സൈലത്തിന്റെ ഒരു പുതിയ ഓഫറിനെ കുറിച്ച് മിസ് ഇവിടെ പറയാണ്. ഇവിടെ നോക്കും നിങ്ങൾ, നമ്മുടെ സൈലത്തിന്റെ ഓണം ഓഫറാണ്. 20% എല്ലാ കോഴ്സിനും എന്തുണ്ട്, നമ്മുടെ 4ാം ക്ലാസ് മുതൽ നമ്മുടെ +2 വരെയുള്ള അഗ്നി വരെയുള്ള കോഴ്സിനൊക്കെ എന്താ 20% ഓഫറാണ്. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ സമയത്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. 20% പറയുമ്പോൾ നിങ്ങൾക്കറിയാം വലിയൊരു തുക തന്നെ എന്താണ് അവിടെ കുറഞ്ഞിരിക്കുകയാണല്ലേ. അപ്പൊ നിങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് ഇതിനെന്തെങ്കിലും കുറവുകളുണ്ടോ എന്നൊക്കെ. ഒരു കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് എന്തൊക്കെയാണോ സൈലം ആപ്പിൽ ഓൾറെഡി ഉണ്ടായിരുന്നത്, ഓൾറെഡി തന്നിരുന്നത്, അതൊക്കെ തന്നെ ഇവിടെയും ലഭ്യമാണ്. മാത്രമല്ല മുൻപ് കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ ഇനി കിട്ടുമോ മിസ്സേ നിങ്ങൾക്ക് തോന്നും. നമ്മൾ ഓണം എക്സാം കഴിഞ്ഞ് ക്ലാസ് എടുത്താലും അഡ്മിഷൻ എടുത്താലും മിസ്സേ മുൻപ് എടുത്ത ക്ലാസ്സുകൾ 1ാം യൂണിറ്റ് 2ാം യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാകും. ആ സംശയം ദൂരീകരിക്കാം. ഞാൻ ഉടനെ നിങ്ങളുടെ അടുത്ത് പറയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ആ ചാപ്റ്റേഴ്സ് എല്ലാം കിട്ടും. കാരണം ആദ്യം മുതൽ നമ്മൾ എന്ത് ചെയ്യും, നീണ്ടു നിങ്ങൾ ക്ലാസ്സുകളൊക്കെ എടുത്തത് എന്താണ് ആനുവൽ എക്സാമിൽ നമുക്കറിയാം ത്രൂ ഔട്ട് ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഒരു ചാപ്റ്റർ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, മിസ്സാവുന്നില്ല. അങ്ങനത്തെ ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം, ഈ താഴെ കാണുന്ന 9995400800 എന്ന് പറയുന്ന നമ്പർ ജസ്റ്റ് യു മേക്ക് എ കോൾ ആൻഡ് ഗെറ്റ് യുവർ ഡീറ്റെയിൽസ്. ഓക്കെ, സോ അവർ ടേൺ ഈസ്. ഇവിടെ എന്താണ്, നമുക്കൊരു ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യൻ? The girl continued to receive letters from the doll. She wrote about her adventures in detail. This letter delighted the girl, though this went on for some time. ആരാണ്, നമ്മുടെ ഡോർ ട്രിപ്പിന് പോയല്ലേ. അങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ എന്താണ് കിട്ടിക്കൊണ്ടിരുന്നു. ആഫ്റ്റർ റീഡിംഗ് ദി ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ, ദ ഗേൾ വാസ് ഈഗർ ടു സീ ഹർ. ഈ കത്തുകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗേളിന് ഒരേ ഒരു ആഗ്രഹം, ഇർമക്ക് ഒരേ ഒരു ആഗ്രഹം, എന്താണ്, എൻ്റെ ഡോളിനെ ഒന്ന് കാണണം, ലെവിയെ കാണണം എന്ന് തന്നെ. ഷി waited and waited, but the doll didn't turn up, so she decided to put her thoughts and emotions in her diary. അപ്പൊ എന്താ, കാണാൻ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ ഡോൾ വരുന്നില്ല. അതുകൊണ്ട് അവൾ വിചാരിച്ചു ഒത്തിരി വിഷമവും കാര്യമൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാം, ഒന്നിരുന്ന് ഡയറി എഴുതി കാണാം. എന്താണ് ഇവിടെ ഇരുന്ന് ഡയറി എഴുതാ. So we are going to write the diary. ഈ ഡയറി നമ്മൾ ആരായിട്ട് എഴുതുന്നത്, നമ്മുടെ ഗേൾ ആയിട്ട് എഴുതുന്നത്. നമ്മുടെ ടോപ്പിക് എന്താ, നമ്മൾ പെൺകുട്ടിയായിട്ട് എഴുതുന്നതിന് ഇവിടെ അവളെ ഡോൾ എന്താണ്, അവളെ കാണാൻ വരുന്നില്ല. അപ്പൊ നമ്മുടെ പോയിന്റ്സ് എന്തായിരിക്കും, നമ്മളുടെ വിഷമവും സന്തോഷവും ഗേളിനെ കുറിച്ചുള്ള ഡോളിനെ കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ ആവേണ്ടേ. നമ്മുടെ ഉത്തരം എഴുതുമ്പോൾ നല്ലവണ്ണം ചിന്തിച്ചിട്ട് എഴുതണം. എന്തായിരിക്കണം നമ്മുടെ ഉത്തരം അവിടെ വേണ്ടത് എന്ന് വ്യക്തമായി നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇവിടെ നോക്കുക നിങ്ങൾ, 18th July. മിസ് എപ്പോഴും പറയാറുണ്ട് ഡേറ്റ് നിങ്ങൾ എഴുതണം. മന്ത് എഴുതുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എഴുതണം. ഒരിക്കലും എന്ത് ചെയ്യരുത് 18th July എന്നുള്ള 07 ഇങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ എഴുതരുത്. അയ്യോ 07 എന്ന് എഴുതരുത്. ദാറ്റ് ഇസ് റോങ്. നമ്മൾ ജൂലൈ എന്ന് എഴുതണം. അതേപോലെ ഇറ്റ് ഇസ് തേഴ്സ്ഡേ എന്ന് എഴുതി 10 PM. എപ്പോഴും സമയം എഴുതാൻ മറക്കരുത്. സമയം എസ്പെഷ്യലി നിങ്ങൾ രാത്രിയിൽ സമയം എഴുതുക. ഓക്കെ, ടുഡേ ഐ റിസീവ്ഡ് അനദർ ലെറ്റർ ഫ്രം ലിവി. ഓ മൈ ഗോഡ്, ഇന്ന് എനിക്ക് എന്താണ്, എൻ്റെ ലിവി ഇന്ന് മറ്റൊരു കത്ത് കൂടി കിട്ടി കേട്ടോ. അവളെ മറ്റൊരു കത്ത് കൂടി എനിക്ക് ഇന്ന് കിട്ടി. ഓ ഹൗ ഹാപ്പി ഐ വാസ്. എനിക്ക് ഒത്തിരി സന്തോഷമായി കത്ത് വായിച്ചപ്പോൾ. ദ ലെറ്റേഴ്സ് ടേക്സ് മീ ക്ലോസ് ടു. ആ ലെറ്റർ എനിക്ക് വായിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്തുള്ളത് പോലെ എനിക്ക് എന്താണ്, ഒരു ഫീൽ ആണല്ലേ. ഈവൻ ദോ ഷീ ഈസ് ഫാർ അവേ ഓൺ അഡ്വെഞ്ചേഴ്സ്. അവൾ എൻ്റെ അടുത്തില്ല, ദൂരം എന്താണ്, ഫുള്ള് അടിച്ചുപൊളി വൈബാക്കാണ്. എൻ്റെ ലിവിന്ന് ഫുള്ള് വൈബാക്കാണല്ലേ. ഈ വൈബാക്കൊക്കെ ആണെങ്കിൽ എന്താണ്, when I read her letters, ഞാൻ അവളെ കത്തുകൾ വായിക്കുമ്പോൾ I feel like she is very close to me. അവൾ എൻ്റെ തൊട്ടടുത്തുള്ളത് പോലെയാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. Livy told me about climbing trees in a distant forest and seeing animals. അവൾ എന്തിനെ കുറിച്ച് പറഞ്ഞു, അപ്പുറം പോയിട്ട് മരം കയറുന്നുണ്ട്, വലിയ വലിയ മൃഗങ്ങളെ കാണുന്നുണ്ട്, ആനിമൽസിനെ കാണുന്നൊക്കെയുണ്ട്. അവളുടെ എല്ലാ എന്താണ്, നമ്മളാണ് പറയുക തള്ളി മറിക്കുന്നത് പറയില്ലേ. അപ്പൊ ഇവൾ അതെല്ലാം അവളെ അഡ്വെഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ എന്തുണ്ട് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. I love to read her letters. At the same time I miss her. I love to in fact read her letters. എനിക്ക് അവളുടെ ലെറ്റേഴ്സ് ഒക്കെ വായിക്കാൻ ഒത്തിരി ഇഷ്ടമുണ്ട്. പക്ഷെ എന്തുണ്ട്, എനിക്ക് നല്ല മിസ്സിംഗ് ഉണ്ട്. I miss my doll. എനിക്ക് അവൾ ഒത്തിരി എന്തുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. I have been waiting for her to come back, but she has not come yet. ഞാൻ എത്ര ദിവസമായി, എന്തോരം ദിവസമായി ഞാൻ അവൾ തിരിച്ചു വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. പക്ഷെ അവളാണെങ്കിലോ വരുന്നുമില്ല. വിഷമം തന്നെ, സെറ്റ് തന്നെ. I often think that she miss me. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇടയ്ക്ക് എനിക്കൊരു സംശയം തോന്നാറുണ്ട്, അവൾക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. I wish I could hold her tight and tell her how much I have missed her. I wish, എനിക്ക് എന്തോ ഒരു ആഗ്രഹം ഉണ്ട് അവളെ കണ്ടിട്ട് പറയണം, എത്രത്തോളം നിന്നെ ഞാൻ മിസ് ചെയ്തു നിനക്കറിയോ. കം ബാക്ക് പ്ലീസ്, എത്രയും പെട്ടെന്ന് വായോ. ഇത്രയും എഴുതുന്നുണ്ട് നമ്മുടെ ഡയറി സെറ്റ്. ഈ ഡയറിയിൽ നോക്ക്, അവർ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മുടെ ഡോളിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. എന്നാലോ ഡോൾ കൂടെ ഇല്ലാത്തതിന് മിസ്സിംഗ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു
കൊച്ചു കുട്ടിയുടെ എല്ലാ ഫീലിംഗും എല്ലാ ഇമോഷൻസും എന്താണ് ഈ ഡയറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ ഫില്ല് ചെയ്യുക. എന്താണോ ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിന് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആൻസർ എഴുതാൻ പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഓക്കെ, വൈൻഡ് അപ്പ് ദ വീഡിയോ ഹിയർ. താങ്ക് യു സോ മച്ച്.